ഈ വടകര സ്ക്വാഡ് എന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഈ മെസ്സേജ് വന്നത്. സ്ക്രീൻഷോട്ട് ആർക്ക് വന്നത്? ഈ പിന്നെ ജിതിൻ ഭാസ്കറിനും അതുപോലെ തന്നെ റിബേഷിനും ഒക്കെ കിട്ടിയത് അങ്ങനെയാണെന്ന് ഇപ്പോൾ SIT പറയുന്നത്. എങ്കിൽ ഈ വടകര സ്ക്വാഡ് എന്ന് പറയുന്ന ഈ വാട്സാപ്പ് ഗ്രൂപ്പ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചറുടെ വിജയത്തിന് വേണ്ടി പാർട്ടി ഉണ്ടാക്കിയ വാട്സാപ്പ് കൂട്ടായ്മയാണ്. ആ ഗ്രൂപ്പിലാണ് ഇത് വന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ SITയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ശൈലജ ടീച്ചറാണ്. ശൈലജ ടീച്ചർ പൊതുസമൂഹത്തോട് പറയണം എന്ത് സംഭവിച്ചു എന്നുള്ളത്. ടീച്ചർക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസുമായി ബന്ധപ്പെട്ട് ഇന്നൊരു DYFI പ്രവർത്തകൻ അറസ്റ്റിലായിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു SIT ഫോം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ കാസിമിന്, അതായത് ആദ്യഘട്ടത്തിൽ CPM കൊടുത്ത പരാതിയിൽ പ്രതിയാവുകയും പിന്നീട് ഈ നിലവിലുള്ള കേസിലെ പരാതിക്കാരനായ കാസിമിന് ഉറച്ച പിന്തുണ നൽകിയത് കുറ്റ്യാടി നിലവിലെ MLA കൂടിയായിട്ടുള്ള പാറക്കൽ അബ്ദുള്ള MLA ആണ്. അദ്ദേഹം നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ കേസിൽ ഒരു വഴിത്തിരിവായിരിക്കുന്നു. CPM പ്രവർത്തകൻ തന്നെ പിടിയിലായിരിക്കുന്നു. എന്ത് തോന്നുന്നു? ഇത് നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ നിയമത്തിൻ്റെ മുന്നിൽ നമ്മൾ വെറുതെ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് വിഷയം. ഈ 2 വർഷത്തിന് മേലെയായി ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു നീതിയും ലഭിച്ചില്ല. കാഫിർ സ്ക്രീൻഷോട്ട് വന്ന വഴികളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞങ്ങൾ അപ്പം തന്നെ കാസിമിനെയും കൂട്ടി, ആർക്കെതിരെയാണോ കേസ് കൊടുത്ത് കാസിമിനെ കൂട്ടി ഞങ്ങൾ SP-യുടെ അടുത്ത് കാസിമിൻ്റെ ടെലഫോൺ ഉൾപ്പെടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ സറണ്ടർ ചെയ്താണ്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ നടപടി എടുക്കണം. കാസിം കുറ്റക്കാരനാണെങ്കിൽ അല്ല എന്നാണ് നിങ്ങളുടെ ബോധ്യമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ പരാതി സ്വീകരിക്കണം. ഞങ്ങൾ പരാതി കൊടുത്തിട്ട് 7 മണി 6:30 മണിക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പരാതി അവരവിടെ വെച്ചു. രാത്രി 8:30 മണിക്ക് 9 മണിക്ക് CPM ഓഫീസിൽ നിന്ന് വന്ന പരാതി, ആ പരാതിയുടെ പുറത്തൊരു അന്വേഷണവും നടത്താതെ കേസെടുത്തു. ആ കേസാണ് 153A ഇട്ട് കേസ്. 3 വർഷം തടവ് കിട്ടാവുന്ന ജാമ്യമില്ലാത്ത വകുപ്പിട്ട് ഒരു ചെറുപ്പക്കാരൻ്റെ പേരിൽ കേസെടുക്കുകയാണ് പോലീസ്, ഒരു മാനദണ്ഡവും പാലിക്കാതെ. എന്നിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇത് പിറ്റേ ദിവസം മുതൽ ഇതിനെ അന്ന് രാത്രി തന്നെ വൈകുന്നേരം തന്നെ ഇതിനെ വലിയ ആയുധമാക്കുകയാണ്. ഇടതുപക്ഷം CPM സ്ഥാനാർത്ഥി ഉൾപ്പെടെ വലിയ പ്രതികരണം നടത്തുകയാണ്. ഇത് ഷാഫി പറമ്പിൽ MP-യും UDF-ഉം ഇത് ഗൂഢാലോചന നടത്തി ചെയ്തതാണ്. മുസ്ലിം ലീഗിനാണ് ഇതിൽ ഏറ്റവും വലിയ പങ്ക്. ഞങ്ങളാണ് ഇതിൻ്റെയൊക്കെ സൃഷ്ടിപ്പുകാർ എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫിക്കെതിരെയും ഞങ്ങൾക്കെതിരെയും വലിയ ആക്ഷേപമായി വരികയാണ്. 1-2 ദിവസം ലൈവായി ഈ വിഷയം കാഫിർ സ്ക്രീൻഷോട്ട് പോവുകയാണ്. അതും തീർന്നില്ല. അതിന് ശേഷവും നാട്ടിൽ കലാപമുണ്ടാകും എന്ന രൂപത്തിലുള്ള പ്രചരണങ്ങളും പ്രസംഗങ്ങളും നടത്തി വരും. എന്നിട്ട് ഞങ്ങൾ എല്ലാ SP-യുടെ അടുത്ത് പോയി, IG-യുടെ അടുത്ത് പോയി, DGP-യുടെ അടുത്ത് പോയി, DGP-യുടെ അടുത്ത് പോയി പരാതി കൊടുത്തു. എല്ലാവർക്കും പരാതി കൊടുത്തു. പക്ഷേ ആ പരാതി ആരും ചെവിക്കൊണ്ടില്ല. അത് ഒരു അന്വേഷണം അതിൽ നടത്തില്ല. അപ്പോഴാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയത്. ഹൈക്കോടതിയാണ് പിന്നെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുവരാൻ ഹൈക്കോടതി വഴിയാണ് ഞങ്ങൾക്ക് സാധിച്ചത്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. ഇപ്പോഴെന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, കോടതിയിൽ കേസ് നിലനിൽക്കെ ഇവർ ചെയ്തത് എന്താ, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കേസ് കോടതി തള്ളിയിരിക്കുന്നു എന്നൊരു വാർത്ത വടകര പോലീസ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കേസ് കോടതിയിൽ നിലനിൽക്കുകയാണ്. ഫോറൻസിക്കിൻ്റെ കയ്യിലാണ് ഈ ടെലഫോണും മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ ഉള്ളത്. അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടില്ല. എന്നിട്ടും തള്ളി എന്ന് പറഞ്ഞുകൊണ്ട് കേസ് റിപ്പോർട്ട് വരികയാണ്. ഇതൊക്കെ ചെയ്തത് പോലീസല്ല, പോലീസിനെ കൊണ്ട് ചെയ്യിച്ചതാണ്. കേരള പോലീസ് ഏത് കേസും തെളിയിക്കാൻ പ്രാപ്തരാണ് എന്ന് നമുക്ക് നേരത്തെ അറിയാം. 10 വർഷത്തെ കൂച്ചുവിലങ്ങ് മാറ്റി പുതിയ ഭരണ സംവിധാനം വന്നപ്പോൾ പോലീസ് സത്യസന്ധമായ അന്വേഷണം നടത്തിയപ്പോൾ തന്നെ, ഞാനിപ്പോൾ എല്ലാവരെയും പ്രതികളെ പിടിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ SIT രൂപീകരിച്ചു, അന്വേഷണം ആരംഭിച്ചപ്പോൾ ഏറ്റവും വലിയൊരു വിഷയം അവിടെ കിടക്കുന്നത്, ഈ അന്വേഷണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വടകര സ്ക്വാഡ് എന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഈ മെസ്സേജ് വന്നത്. സ്ക്രീൻഷോട്ട് ആർക്ക് വന്നത്? ഈ
ജിതിൻ കൃഷ്ണൻ ജിതിൻ ഭാസ്കറിനും അതുപോലെ തന്നെ റിബേഷിനും ഒക്കെ കിട്ടിയത് അങ്ങനെയാണെന്ന് ഇപ്പോൾ SIT പറയുന്നത്. എങ്കിൽ ഈ വടകര സ്ക്വാഡ് എന്ന് പറയുന്ന ഈ വാട്സാപ്പ് ഗ്രൂപ്പ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചറുടെ വിജയത്തിന് വേണ്ടി പാർട്ടി ഉണ്ടാക്കിയ വാട്സാപ്പ് കൂട്ടായ്മയാണ്. ആ ഗ്രൂപ്പിലാണ് ഇത് വന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ SITയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ശൈലജ ടീച്ചറാണ്. ശൈലജ ടീച്ചർ പൊതുസമൂഹത്തോട് പറയണം എന്ത് സംഭവിച്ചു എന്നുള്ളത്. ടീച്ചർക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇത് എല്ലാ കാലത്തും CPM ഈ ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുക. 2016 ഞാൻ മത്സരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ആ സാധനമുണ്ട്. അന്നത്തെ നോട്ടീസ് എന്താ, ഞാൻ അൽ-ഖായിദ ബന്ധമുള്ള തീവ്രവാദിയാണ്. രാഹുൽ ഗാന്ധി എൻ്റെ പ്രചരണ പരിപാടിക്ക് വരുന്നത് ക്യാൻസൽ ചെയ്തതിൻ്റെ കാരണം രഹസ്യാന്വേഷണ വിഭാഗം കൊടുത്ത റിപ്പോർട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് തീവ്രവാദ ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് രാഹുൽ ഈ പരിപാടി ക്യാൻസൽ ചെയ്ത്. എക്കാലത്തും ഇങ്ങനെ. പിന്നെ ഒരു വാട്സാപ്പ് വേറൊരു സേവ് കോൺഗ്രസ് ഫോറം ഇവർ CPM അടിച്ച് ഇറക്കിയിട്ട് കേരളത്തിലെ വടകരയിലെ ഹിന്ദുക്കളായ കോൺഗ്രസ്സുകാർക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം വരും ഞാൻ ജയിച്ചു വന്നാൽ. അപ്പോൾ തരാതരം വർഗീയം കളിക്കുക. അവിടെ ഇപ്പം എന്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെടുമ്പോൾ മാഷാ അല്ലാഹ് സ്റ്റിക്കർ വരികയാണ്. KM ഷാജി ഇവിടെ മത്സരിക്കുമ്പോൾ അഴീക്കോട് അവിടെ സിറാത്തിൻ്റെ പാലം വരികയാണ്. അപ്പോൾ പിന്നെ പേരാമ്പ്രയിൽ തഹ്ലിയ മത്സരിക്കുമ്പോൾ അവിടെ കൗമിൻ്റെ കുട്ടി വരികയാണ്. ഇത് CPM ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടി ഇങ്ങനെ വർഗീയമായി ചെയ്തിരിവുണ്ടാക്കുന്ന ഒരു നിലപാട്. അത് മാത്രമല്ല, CPMന് ഇതിലൊരു അജണ്ടയുണ്ട്. മുസ്ലിം വടകരയിലെ കമ്മ്യൂണിറ്റിയെ അവരുടെ അജണ്ട ഞങ്ങൾ തീരുമാനിക്കുന്നു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരാർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് CPMൻ്റെ നിലപാടിനനുസരിച്ച് വേണം. ഇല്ലെങ്കിൽ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തും. അതിൻ്റെ ഭാഗമായാണ് ഇതൊക്കെ വരുന്നത്. ഒരു കമ്മ്യൂണിറ്റിയെ ഭയപ്പെടുത്തിയാൽ അവരുടെ ചൊൽപ്പടിക്ക് നിർത്താം എന്ന ധാരണ, അതിന് വടകരയിലെ പൊതുസമൂഹം കൊടുത്ത തിരിച്ചടിയാണ്, മറുപടിയാണ് 14,500 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഷാഫിക്ക് കിട്ടിയത്. വടകരയിലെ CPMൻ്റെ കരണക്കുറ്റിക്ക് നോക്കിക്കൊടുത്ത അടിയാത്. എന്നിട്ടും CPM ഇപ്പോഴും പഠിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാൻ. ഇപ്പം തന്നെ ഇന്ന് ഈ പ്രതിയെ പിടിച്ചിട്ട്, ഈ മിഥുൻ ഭാസ്കറിനെ പിടിച്ചിട്ട് അതിൽ കാണുന്ന എന്താണ് 200 പ്രാവശ്യം അദ്ദേഹം ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇതിൽ വേറെ ഒരു കാര്യം, ഭാസ്കരൻ മാഷാണ് ഇത് കൊടുക്കുന്നത് CPMൻ്റെ ഉത്തരവാദപ്പെട്ട ലീഡർഷിപ്പിൽ നിന്ന്. അവർ പറയുന്നത് പ്രതിയെ ജാമ്യം കൊടുക്കുന്നതിന് ഞാൻ കുഴപ്പമില്ല എന്നാണ്. അവരന്വേഷിച്ച കേസിലാണ് പ്രതിയെ പിടിക്കുന്നത്. അതല്ല, അവർ കൊടുത്ത പരാതിയിലാണ് പ്രതിയെ പിടിക്കുന്നത്. അപ്പം ഇതൊക്കെ എന്താ പറയുക, ആളുകളുടെ ഇടയിൽ, ജനങ്ങളുടെ ഇടയിൽ CPMൻ്റെ വിശ്വാസ്യത തകർക്കുന്നുവെന്ന് മാത്രമല്ല, ഇതൊരു എന്താ പറയുക, നാട്ടിൽ ഇതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കുന്നത് അപകടമാണ് എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് ജനങ്ങളെത്തിക്കുക. ഞാൻ CPMമാരെ മൊത്തം പറയുന്നത്, CPMലെ ഒരു വലിയ വിഭാഗം ഇതിനെതിരായത് കൊണ്ടാണ് വടകരയിൽ CPM ഇങ്ങനെ തോറ്റുകൊണ്ടേയിരിക്കുന്നത് എന്ന് CPM മനസ്സിലാക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരു കാര്യം. മറ്റൊരു കാര്യം, ഈ അന്വേഷണം ഇപ്പോൾ ഒരാളെ പിടിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അന്വേഷണം എവിടെ എത്തിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇതൊരു മഞ്ഞമലയുടെ ഒരറ്റം മാത്രമാണ് കണ്ടത്. ഇതിൽ ഇനിയും ഒരുപാട് അന്വേഷണം നടക്കാണ്ട്. ആരൊക്കെയാണ് പ്രതികൾ, എവിടെ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് വന്നത്, ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട്, അപ്പം മനസ്സിലാവും ആരാണ് യഥാർത്ഥ പ്രതികൾ എന്നുള്ളതൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരാൻ SITക്ക് സാധിക്കും. അതിൻ്റെ ശ്രമം നടക്കും. ഒരു കാരണവശാലും അത് തടയാൻ ഇന്നത്തെ ഭരണാധികാരികൾ കൃത്യമായ നടപടി തന്നെ സ്വീകരിക്കും എന്നാണ് അതുകൊണ്ട് പോലീസിന് ഇതിലൊരു ഒളിച്ചു കളി നടത്താൻ സാധ്യമാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതിവിടെ പുലരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനാണ് പാറക്കൽ അബ്ദുള്ള പറയുന്നത്, ഈ കേസ് എത്ര ഉന്നതരായാലും അവരിലേക്ക് കൂടി ഈ അന്വേഷണം എത്തുന്ന ആ സമയം വരെ ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് പാറക്കൽ അബ്ദുള്ള നമ്മോട് പങ്കുവെക്കുന്നത്. ക്യാമറാമാൻ ജിജീഷ് കെസിക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.